نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه യെസ് ഗായ്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുകയാണ്. യെസ് ഗായ്സ്, നമ്മൾ ഇന്ന് മുതൽ നമ്മള് CM കിഡ്സ്, ഓ മൈ ഗോഡ്, എന്തായാലും ആ പേര് CM കിഡ്സ് 2026, അതായത് നമ്മുടെ LSS എന്ന് പറയുന്ന എക്സാം മാറിയിട്ട് CM കിഡ്സ് എന്നായി മാറിയിട്ടുണ്ട് ഇല്ലേ ഗായ്സ്? കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ LSS എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആ ഒരു എക്സാമിന്റെ അതിന്റെ പേരെന്നെ അങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് CM കിഡ്സ് എന്നായിട്ടുണ്ട്. അപ്പോൾ നിന്റെ പ്രിയപ്പെട്ട കുട്ടികള് LSS ആണല്ലോ, ഈ CM കിഡ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ എന്താ പറയാ, ഇതുവരെ നടന്ന പരീക്ഷകൾ മുഴുവനും എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ LSS പരീക്ഷ ഇല്ലേ, അതന്നെയാണ് CM കിഡ്സ്. യെസ്, ആ പരീക്ഷയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കുത്തി നിറച്ച് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടിപൊളിയാക്കി സെറ്റാക്കി പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. എന്താടാ പേടിയുണ്ടോ? നമ്മൾ എന്താ അവർ ചെയ്യുന്നത്? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് എളുപ്പമാക്കിയതാ. ആ മുമ്പേയുള്ള കുറെ സംഭവങ്ങളെ കൊണ്ട് എടുത്തു മാറ്റി ആ പുതിയ പേരൊക്കെ തന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് കൂടുതൽ വിജയികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് എളുപ്പമാക്കി തന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എളുപ്പമാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ LSS, ഈ CM കിഡ്സ് എക്സാം എഴുതുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇരുത്തിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ചാൻസ് ആണ്. ആ ചാൻസിനെ മിസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മുറുകെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു CM കിഡ്സ് എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പറ്റും. ഈ LSS എന്ന് പറഞ്ഞ് എന്റെ വായിൽ LSS തന്നെയാണ് വരുന്നത്. അപ്പൊ CM കിഡ്സ്, അപ്പൊ ഇന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാണ്. ഇനി മുതൽ നമുക്ക് 7-7:30 മണിക്ക് എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. ചില ദിവസമൊക്കെ മനുഷ്യന്മാരാണോ, ചിലപ്പോൾ പനിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ. ഇന്നെ ഓൾറെഡി ജലദോഷം, പല ദോഷങ്ങളിൽ പെട്ടതാണ് ജലദോഷം. അപ്പൊ ഈ ജനുവരി മാസം തുടങ്ങിയതാണ് ഈ ജലദോഷം കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ എന്തൊക്കെയാണ് മക്കളെ, സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് വീഡിയോയുടെ ആ ഒരു ലിങ്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്കുകളൊക്കെ നിങ്ങളുടെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. ഓൾറെഡി നമ്മുടെ 3 കമ്മ്യൂണിറ്റി ഉണ്ട്, 2000 കുട്ടികളുള്ള. അതിൽ ഫസ്റ്റ് കമ്മ്യൂണിറ്റി, സെക്കൻഡ് കമ്മ്യൂണിറ്റി, തേർഡ് കമ്മ്യൂണിറ്റി. ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഫുള്ളായി, സെക്കൻഡും തേർഡും ഒക്കെ ഏകദേശം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5000-6000 കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം അതിലേക്ക് കയറുക. ഡെയിലി നിങ്ങൾക്ക് PDF തരും. ഇന്നത്തെ PDF എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനെ പറ്റിയിട്ടുള്ള PDF ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും കുറച്ച് സംഭവങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മുടെ ടെക്യൂട്സ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ പ്രീവിയസ്, അതായത് ഈ ഒരു കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലായിട്ട് 10,000-കണക്കിന് കുട്ടികൾ നമ്മുടെ ചാനൽ മാത്രം കണ്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് അടിപൊളി വിജയം നേടിയിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ തന്നെ കുട്ടികൾ ഉണ്ടാവും. ഓക്കെ, റെഡി? അപ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നിസ്സാരക്കാരല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തോ വലിയ സംഭവമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ആ ഒരു സാധനം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ ആ സാധനങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ നേരെ തുടങ്ങുകയാണ്. CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ 2026 അല്ലേ? മിടുക്കരായ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വലിയൊരു പരീക്ഷ, വലിയൊരു അവസരമാണ്. മിടുക്കരായ വിദ്യാർത്ഥികൾ അല്ലെ, പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് നമ്മുടെ ആ ഒരു, പിന്നെ നമുക്ക് തന്ന സർക്കുലർ അല്ലെ, ഗവൺമെന്റ് ഇറക്കിയ സർക്കുലറിൽ നമ്മളോട് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് CM കിഡ്സ് പരീക്ഷ 4ാം ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ പരീക്ഷയിൽ നിന്ന് എല്ലാവരും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് അല്ലെ? മിടുക്കികളും മിടുക്കരും അല്ലെ, അങ്ങനെ പറയാം. മിടുക്കികൾ, ജിമിക്കിയ എന്നൊരു സാധനം ഇല്ലാതെ ചെവിയിലിടുന്ന അതിനെന്താണ്? ജിമിക്കിയ അഥവാ ജിമിക്കിയ, ചെവിയിലിടുന്ന സാധനം ഇവരൊന്നും അറിയാം. അങ്ങനത്തെ പഴയ പേര് LSS പരീക്ഷ, അത്രയേ ഉള്ളൂ. വേറെ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ തന്നെ പരീക്ഷയെ പറ്റി അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. യെസ്. അപ്പോ ആരാണ് പരീക്ഷ എഴുതേണ്ടത്? നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഇതിന് യോഗ്യതയുള്ള ആൾക്കാരാണ്. എന്നിരുന്നാലും ഇതിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഒരു ഡേറ്റിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നല്ല ഇതിനൊരു യോഗ്യതയുണ്ട്. യോഗ്യത നോക്കൂ. കേരളത്തിലെ സ്കൂളുകളിൽ ഇപ്പോൾ 2025 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുക. മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങളിൽ 2ാം ടേമിലെ പരീക്ഷയിൽ A ഗ്രേഡ് നേടിയവർക്ക് നേരിട്ട് അപേക്ഷിക്കാം.
അതായത് 2ാം ടേം പരീക്ഷ എന്ന് നമ്മൾ കഴിഞ്ഞ ഓണപരീക്ഷ ഇല്ലേ, ഓണപരീക്ഷയ്ക്ക് എല്ലാത്തിലും A ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. പിന്നെ മറ്റവസരം എന്താ, ഒരു വിഷയത്തിൽ B ഗ്രേഡ് ലഭിച്ചവർക്ക് ശാസ്ത്രോത്സവങ്ങളിലോ കലാകായിക മേളയിലോ AB ഗ്രേഡ് ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. അതായത് എന്തെങ്കിലും ഒരു നഷ്ടം കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ B ഗ്രേഡ് ആയിപ്പോയി, അതായത് എല്ലാ വിഷയത്തിലും A ഉണ്ട്, ഒരു വിഷയത്തിൽ മാത്രം B ആയിപ്പോയെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള, അതായത് ഈ പറഞ്ഞ കലാകായിക മേളകളിലോ പിന്നെ ശാസ്ത്രോത്സവങ്ങളിലോ Aയോ Bയോ ഗ്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ പ്രത്യേക പരിഗണന എന്താണ്, CWSN SC ST കുട്ടികൾക്ക് 2 A ഗ്രേഡും 2 B ഗ്രേഡും ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതാം. ഓക്കെ, റെഡി. അപ്പോൾ ഇതാണ് പരീക്ഷ എഴുതാനുള്ള കുട്ടികളുടെ യോഗ്യത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ CM കിഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രീം ആക്കി എടുക്കണം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുട്ടികൾ LSS ഈസ് അവർ ഡ്രീം, അതുപോലെ CM കിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചീഫ് മിനിസ്റ്റർ കിഡ്സ് അല്ലേ, സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. അപ്പൊ ഈ ഒരു CM കിഡ്സ്, നിങ്ങളൊരു CM ആവണം അല്ലേ, നിങ്ങളൊരു CM ആയി ആക്ട് ചെയ്യണം അല്ലേ, നിങ്ങളൊരു CM ആയി ആക്ട് ചെയ്യണം, നിങ്ങളൊരു ചീഫ് മിനിസ്റ്റർ ആയി ആക്ട് ചെയ്യണം അല്ലേ, വേണ്ടേ? നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ്. ഈ ഒരു അവസരം നിങ്ങൾ അങ്ങനെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വെറുതെ ഇങ്ങനെ അല്ലേ, സാധാ പഠിക്കുന്ന പോലെ അങ്ങനെ പഠിച്ചിട്ട് പോയാൽ പോരാ. ഇത് കുറച്ചുകൂടെ, കാരണം നിങ്ങളിൽ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളുടെ ടീച്ചർമാർ ഈ സംഭവത്തിന് വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിജയിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം 100% ഞാൻ എഴുതി ഒപ്പിട്ട് തരും. എല്ലാ മക്കളോടും ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ കണ്ടോ, ക്ലാസ് കണ്ടോ, എന്തായാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. തോറ്റു പോകുന്നുള്ളൊരു പേടി ഒരുത്തനും ഒരുത്തിക്കും വേണ്ട. ഓക്കെ, റെഡി, നേരെ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ CM കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു CM കിഡ്സ് ഈസ് അവർ ഡ്രീം എന്ന് പറയുന്ന ഈ ഒരു സംഭവം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും കാണുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലേ, സ്ഥലം ഉണ്ടാവില്ലേ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന സ്ഥലം, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, അതായത് ഈ ഒരു സാധനം പറഞ്ഞു പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് നല്ല പെയിന്റ് അടിച്ച്, ഇന്നലെ നല്ല ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട് പെയിന്റ് അടുപ്പിച്ച ചുമരിന്റെ മുകളിൽ പോയിട്ട് CM കിഡ്സ് ഈസ് അവർ ഡ്രീം എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ അല്ല അമ്മ വന്നിട്ട് 400 ചെയ്തിട്ട് 5-6 ലക്ഷം ഉറുപ്പ്യ ചുമരിന്റെ മുകളിൽ CM കിഡ്സാ, ഒരാളുടെ CM കിഡ്സ് ചോദിച്ചിട്ട് അടി വന്നിട്ട് ഷമീൽ സാർ പറഞ്ഞിട്ടാണ് പറയാൻ നിൽക്കുന്നത്. ഓക്കെ, റെഡി. നല്ല വൃത്തിയുള്ളൊരു സ്ഥലം ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടാവില്ലേ, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പരീക്ഷ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഈ സംഭവം എളുപ്പമാക്കി തരും. ഓക്കെ, അപ്പൊ ഈ സംഭവം 2025 ഡിസംബർ 30 മുതൽ 15 വരെ കേട്ടോ. 2026 ജനുവരി 15 വരെ അപേക്ഷിക്കാം. ജനുവരി 15 ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയൊക്കെ അപേക്ഷിക്കുന്നവർ ഉണ്ടെങ്കിൽ അപേക്ഷിച്ചോളി കേട്ടോ. പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 26 കേട്ടോ. 26 എന്ന് പറയുമ്പോൾ ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 47 അല്ലെങ്കിൽ 46 ദിവസങ്ങൾ മാത്രമേ നമുക്കിനി ബാക്കിയുണ്ടാവും. ഓക്കെ, റെഡി. നമ്മുടെ ഡെയിലി നമ്മുടെ ഗ്രൂപ്പിൽ കൗണ്ട് ഡൗൺ ഇടും. ഡെയിലി രാവിലെ വൈകുന്നേരം ഏതാ സമയത്താണ് എനിക്ക് തോന്നുന്ന സമയത്ത് ഡെയിലി രാവിലെ കൗണ്ട് ഡൗൺ ഉണ്ടാവും. റിമൈനിങ് ഡേയ്സ്, ഇത്ര ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ എന്ത് ചെയ്യും, ഇടും. ഓക്കെ, റെഡി. അപ്പൊ നിങ്ങളെ പേടിപ്പിക്കാനല്ല, ജസ്റ്റ് ഒരു റിമൈൻഡർ. ഓക്കെ, റെഡി. അപ്പോൾ പരീക്ഷാ സമയമൊക്കെ നമുക്കറിയാം. പേപ്പർ 1 രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് പേപ്പർ 1 ഉണ്ടാവുക. 2 പേപ്പർ ആയിട്ടാണ് പരീക്ഷ ഉണ്ടാവുക. പേപ്പർ 2 എന്ന് പറയുന്നത് ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെയാണ്. പിന്നെ നമ്മുടെ സാധാരണ പരീക്ഷകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ കൂൾ ഓഫ് ടൈം ഉണ്ടാവും അല്ലെ. കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്, അതായത് സമാശ്വാസ ടൈം അല്ലെ. കൂൾ ഓഫ് ടൈം ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ പേപ്പറുകളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയായി എഴുതി വെച്ചെന്നുള്ളത് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഓക്കെ, അപ്പോ 2 പേപ്പർ അറിയാലോ അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ പേപ്പറാണ്. ശരിയായ പരീക്ഷ എങ്ങനെയാണ്, പേപ്പർ 1 അല്ലെ. പേപ്പർ 1 ചെറിയൊരു മാറ്റം ഉണ്ട് ഇപ്രാവശ്യം അല്ലെ. പേപ്പർ 1 ശരിയായ ഉത്തരം ടിക്ക് ചെയ്യുക അല്ലെ. അതായത് ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതാണോ ശരിയായത്, A ആണ് ശരിയായെങ്കിൽ എന്ത് ചെയ്യുക, അതിന് മാത്രം ടിക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളതിനൊന്നും പോയിട്ട് തെറ്റിടേണ്ട ആവശ്യമില്ല നിങ്ങൾ കേട്ടോ. ഏതാണോ ശരിയായത് അതിന് മാത്രം ടിക്ക് ഇട്ട് കൊടുക്കുക, ശരി ഇട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ പേപ്പറിൽ ഫുൾ. അതാണ് ഒന്നാമത്തെ പേപ്പറിൽ ഏതൊക്കെയാണ്, ആകെ 50 ചോദ്യങ്ങളാണ്. 50 ചോദ്യവും ടിക്ക് ഇട്ടിട്ട് തീരുമാനം ഇല്ലേ. യെസ്, മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം ഓരോന്നിനും 10 ചോദ്യങ്ങളും പൊതുവിജ്ഞാനം 10 ചോദ്യങ്ങളും കേട്ടോ. മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം ഈ 4 വിഷയങ്ങളിൽ 10 ചോദ്യമായിട്ട് 40 മാർക്ക്. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ GK കുട്ടനെ 10 മാർക്ക് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ 50 മാർക്ക് ടോട്ടല് ഏതിൽ വരുന്നുണ്ട്,
പേപ്പർ 1-ല് 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ആദ്യം പരീക്ഷയെ പറ്റിയിട്ട് ഒന്ന് അറിയണമല്ലോ. ചില ചെങ്ങായിമാരൊക്കെ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. CM കിഡ്സ് അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. നമുക്കറിയാം, കുറെ എണ്ണം ഉണ്ട്, അങ്ങനെ ഉണ്ടായാലുണ്ട്. പക്ഷെ ശരിയാവും അല്ലാണ്ട് ശരിയാണ് പോകാനാ. രണ്ടാമത്തത് പേപ്പർ 2 ആണ് മക്കളെ. പേപ്പർ 2 എന്ന് പറയുമ്പോൾ ഇത് വിവരിച്ച് എഴുതേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും, കുറച്ച് കൂടുതൽ മാർക്സ് ഉണ്ടാവും. നോക്കാം നമുക്ക്. ആകെ ചോദ്യങ്ങൾ 6 ചോദ്യങ്ങളാണ്. 30 മാർക്കിന്റെ 6 ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാവുന്നത്. അതിൽ വിഷയങ്ങളിൽ മലയാളം 2 ചോദ്യം ഉണ്ടാവും, ഗണിതത്തിന് 2 ചോദ്യം ഉണ്ടാവും, ഇംഗ്ലീഷിന് 1, പരിസര പഠനത്തിന് 1. മലയാളത്തിനും ഗണിതത്തിനും 2 വീതം ചോദ്യങ്ങൾ, അതായത് കണക്കൊക്കെ ചെയ്യാനുണ്ടാവും. മറ്റേന്റെ മാതിരി ഇങ്ങനെ ആ പരിപാടിയല്ല. ഉച്ചക്കേശം ലേശം ഒന്ന് വെള്ളം കുടിക്കൂ, കൊപ്പിയൊക്കെ ഫുള്ള് വെള്ളം നിറച്ചിട്ട് വെച്ചോളാണ്ടി ലേശം ഒന്ന് വെള്ളം കുടിക്കും ഉച്ചക്കേശം. പേപ്പർ 2 എന്ന് പറയുന്നത് എന്താ? പേപ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് വിവരിച്ചെഴുതാനുള്ള സംഭവങ്ങളാണ്. വിവരിച്ചെഴുതാനാണ് പേപ്പർ 2 ഉണ്ടാവുക. 6 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉണ്ടാവുന്നത്. 30 മാർക്കിനെ ഉണ്ടാവും. അതായത് മലയാളത്തിൽ 2 ചോദ്യം, വിവരിച്ചെഴുതാൻ പറ്റുന്ന 2 ചോദ്യം, അതൊക്കെ നമുക്ക് പറയാം എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത്. ഗണിതത്തിൽ 2 ചോദ്യം, ഇംഗ്ലീഷിൽ 1 ചോദ്യം, പരിസര പഠനത്തിന് 1 ചോദ്യം. ഓക്കെ, റെഡി. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? 4ാം ക്ലാസ്സിലെ ജനുവരി 31 വരെയുള്ള പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾ മാർച്ച് വരെയുള്ള പാഠഭാഗം ഒന്നും പഠിക്കണം. 4ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ജനുവരി 31 വരെ കുറെ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ഇല്ലേ? അതാണ് ഇവിടെ ഒരു സാധനം കാണുന്നത്. ഇവിടെ ഒരു സാധനം പൊന്തിക്കുന്നതാണ് നിങ്ങൾ, ഞാൻ കാണില്ല. എന്താ സാധനം? ക്യാമറന്റെ എന്തോ ആയിരിക്കും, ആയിക്കോട്ടെ പോട്ടെ. അപ്പോ എന്തൊക്കെ പഠിക്കണം? സിലബസ് 4ാം ക്ലാസ്സിൽ ജനുവരി 31 വരെ, അതായത് നിങ്ങൾക്ക് അറിയൂലേ, ഫുള്ള് ഉണ്ടാവില്ല. ജനുവരി 31 വരെ എന്തൊക്കെ പഠിക്കണോ ആ സാധനങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, റെഡി. ഇനി പൊതുവിജ്ഞാനം, GK എന്തിനെ പറ്റിയിട്ടൊക്കെയാണ്? കേരളത്തെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, പക്ഷികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ആനുകാലിക സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ GK-യിൽ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ ആണോ? റെഡി ആണോ? അല്ലേ? അപ്പോൾ ഇത് കൂടുതൽ എന്തൊക്കെ പഠിക്കണം എന്ന് പറയണ്ടല്ലോ. അപ്പൊ ഫുള്ളും പഠിക്കേണ്ട ആവശ്യമില്ല. ജനുവരി 31 വരെയുള്ള പാഠഭാഗങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, റെഡി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ്. വിജയികൾക്ക് എന്ത് ലഭിക്കും? വിജയികൾക്ക് ഉണ്ട ലഭിക്കും. വിജയികൾക്ക് ഗപ്പ് ഉണ്ടാവും. വിജയികൾക്ക് എന്ത് ലഭിക്കും? എടാ, ഈ CM കിഡ്സ് എക്സാം എന്ന് പറയുന്ന ഈ ഒരു എക്സാം വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിജയികൾക്ക് എന്താ ലഭിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടന്മാര്, ചേച്ചിമാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ, LSS നേടിയവരുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, LSS കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടി, എന്താ നേടിയത്? നിങ്ങൾ ഈ 4ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് 5ലേക്ക് പോകില്ലേ? ആരും 4-ൽ തന്നെ ഇങ്ങനെ ഇരിക്കൂലല്ലോ, 5ലേക്ക് പോകില്ലേ? അപ്പൊ ആദ്യം തന്നെ ടീച്ചർമാര് ചോദിക്കുന്നറിയാം, LSS നേടിയവരാരൊക്കെയാ? അപ്പൊ ക്ലാസ്സിൽ അതൊരു അഭിമാനല്ലേ? പിന്നെ നാട് മുഴുവൻ ഫ്ലക്സ് അടിക്കൂ, സ്കൂളുകാരടിക്കൂ, ട്യൂഷൻ സെന്ററുകാരടിക്കൂ, എല്ലാരും അടിക്കും, നമ്മുടെ ചാനലിലും അടിക്കൂ, എല്ലാരും അടിക്കും. നാട് മുഴുവൻ ഫ്ലക്സ് ഫോട്ടോ വെച്ചിട്ട്. ഇതിലും വലിയ എന്തെങ്കിലും ഒരു അഭിമാനം വേറെ ഉണ്ടാ? LSS IAS പരീക്ഷ എഴുതി ജയിച്ച് കളക്ടറാകുന്ന ടീമില്ലേ, കളക്ടറാകുന്ന കുറെ IAS-കാരില്ലേ, ഓർക്ക് വരെ ഇങ്ങനത്തെ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങക്ക് ഉണ്ടല്ലോ ഫ്ലക്സ് എന്നെല്ലാം പറഞ്ഞിട്ട് എവിടെയെല്ലാം ഫ്ലക്സ് അടിക്കും. ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും, കോഴിക്കോടിന്റെ മുകളിലല്ല, ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും, അതേപോലെ തന്നെ സ്കൂളിന്റെ മുമ്പിൽ ഉണ്ടാവും, കോഴിക്കോടിന്റെ മുകളിൽ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് കോഴിക്കോട് പോകും. അപ്പോ അതൊന്നല്ല മക്കളെ, ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. എന്തെന്നറിയാം, ഈ ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം, ഒരു ഫസ്റ്റ് ചാൻസ് ആണ്. ഫസ്റ്റ് ചാൻസ് ഇതങ്ങോട്ട് ചാടി കടന്നുണ്ടല്ലോ, പിന്നെ വെച്ചടി കേറ്റായിരിക്കും. കണ്ടോങ്ങള് LSS, NMMS തന്നെ അല്ലെ? അപ്പൊ മികച്ച സ്കോർ നേടുന്ന കുട്ടികൾക്ക് പരീക്ഷാ ബോർഡിന്റെ നിശ്ചയപ്രകാരം സ്കോളർഷിപ്പ് കിട്ടും. പൈസ കിട്ടും. പിന്നെ പരീക്ഷാ ഭവൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്, ഇറ്റ്സ് എ ഗോൾഡൻ ചാൻസ് ഫോർ 4th ക്ലാസ് സ്റ്റുഡൻസ്. ഇതെല്ലാ കുട്ടികൾക്കും കിട്ടുമോ? ഇതെല്ലാ കുട്ടികൾക്കും കിട്ടൂല. ഇത് ആർക്ക് മാത്രമാണ് കിട്ടുക? ഇത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, ഏറ്റവും നന്നായിട്ട് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്ന, ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന, ഏറ്റവും നല്ല കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ചാൻസ് ആണ് ഈ ഒരു CM കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു ചാൻസ് എന്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായിട്ടും പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് അയച്ചു പൊളിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ
വരും ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ വന്നോണ്ട് നിൽക്കും തുരുതുരാ മെസ്സേജുകളുടെ ഇതായിരിക്കും ഇനി. ഒന്നും പറയാണ്ട് കയ്യ. ഓക്കെ ഗായ്സ്, അപ്പോൾ പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് താഴെ കൂടെ അങ്ങനെ നമ്പർ പോകുന്നുണ്ട്, അതിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അയക്കുന്ന വീഡിയോയിലൊക്കെ അതിൻ്റെ നമ്പർ ഉണ്ടാവും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇവിടെ അല്ലേ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കൊടുത്തു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നമ്മുടെ ലൈവിൽ കമന്റ് ഇടാൻ പറ്റൂ. അങ്ങനെ ഉണ്ട്, നിൽക്കുന്നെങ്കിലും ഒരു ഗുണം വേണ്ടേ സബ്സ്ക്രൈബ്. ഓക്കേടാ മക്കളെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതുവരെ വേണ്ടിയുള്ള പ്രിയപ്പെട്ട മകൾക്കും ബൈ ബൈ ടാറ്റ.